ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങളുടെ സ്വന്തം മൊക്കിൻ പെരുവലോർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ജിമിനി എന്ന വെഹിക്കിളാണ്. ഈ ജിമിനി എന്ന വെഹിക്കിളിൽ ഇപ്പോൾ നമുക്ക് മാരുതി സുസുക്കിയിൽ ഒരു ഓഫർ ഉണ്ട്, തണ്ടർ എഡിഷൻ കിറ്റ്. ഈ തണ്ടർ എഡിഷൻ കിറ്റ് ചെയ്ത വണ്ടി മാനുവലും ഓട്ടോമാറ്റിക്കലും വ്യത്യസ്തമായ ഐറ്റംസ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ ഒരു എൻഡിലോട് കൂടിയിട്ട് നമുക്ക് പറയാം. അതിന് മുന്നേ നമുക്കൊരു ജിമിനിയിൽ ചെയ്തിരിക്കുന്ന ആക്സസറീസ് എന്തൊക്കെയെന്ന് കാണാം. ഈ ജിമിനിയിൽ ഇപ്പോൾ നമുക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റഗ്ഗഡ് സൈഡ് മോൾഡിങ് ചെയ്തിട്ടുണ്ട്. അതിന് 3699 3699. പിന്നെ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്, സൈഡ് ഗ്രാഫിക്സ് 3400 രൂപയാണ്. പിന്നെ നമുക്ക് അതിൽ ഡോർ വൈസർ ചെയ്തിരിക്കുന്നത് 1990 രൂപയാണ്. ഇതിൻ്റെ ഡോർ വൈസർ ചെയ്തിരിക്കുന്നത്. റെയിൻ ഗാർഡ്, നമ്മൾ ഡോർ വൈസർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, റെയിൻ ഗാർഡ്. പിന്നെ അതിൽ വിൻഡോ കർട്ടൻ ചെയ്തിട്ടുണ്ട്, സൺഷെയ്ഡ്, അത് 1050 രൂപയാണ്. പിന്നെ നമ്മുടെ ഫെൻഡർ ഗാർണിഷ് വരുന്നത് 1150 ആണ്. റിയറും ഫ്രണ്ടും, റിയറിന് 1150, ഫ്രണ്ടിന് 1150 ഫെൻഡർ ഗാർണിഷ്. അപ്പോൾ പിന്നെ ഇതിൽ സ്പെയർ വീൽ കവർ ചെയ്യാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. സ്പെയർ വീൽ കവറിന് വേണ്ടി 12,990 രൂപയാണ് സ്പെയർ വീലിൻ്റെ കവർ വരുന്നത്. പിന്നെ നമുക്കിതിൽ വേറെ എന്താ വെച്ചാൽ റൂഫ് ബാസ്ക്കറ്റ് ചെയ്യാം, റൂഫ് കാരിയർ ചെയ്യാം, ഒക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് ആക്സസറീസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെഹിക്കിളാണ് നമ്മുടെ ജിമിനി. അപ്പോൾ ജിമിനിയിൽ നമുക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് സീറ്റ് കവർ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനൈൽ മാറ്റ് ചെയ്തിട്ടുണ്ട്, 3M വിനൈൽ മാറ്റാണ് വരുന്നത്. അപ്പോൾ വിനൈൽ മാറ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. നമുക്ക് ആ സീറ്റ് കവർ നോക്കാം. കണ്ടാ, ഈ സെയിം സീറ്റ് കവറാണ് ഇത്. എയർ ബാഗുള്ള കാരണമാണ് സീറ്റ് കവർ. നമ്മൾ പുറമെന്നൊക്കെ സീറ്റ് കവർ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ കവേർഡ് ആവും, നമ്മുടെ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മാരുതി ജെനുവിൻ സീറ്റ് കവർ തന്നെ വാങ്ങിയിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാഹനത്തിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്ന ഐറ്റംസ്. നമുക്കൊന്ന് ബാക്ക് സൈഡിലേക്ക് നോക്കി അതിൻ്റെ വ്യൂ ഒന്ന് കാണാം. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ബ്ലാക്ക് വണ്ടിയുണ്ട്. ആ ബ്ലാക്ക് വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിരിക്കുന്നു അതൊന്നും നമുക്ക് കാണാം. ഇതിലും ഫെൻഡർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ റഗ്ഗഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേറെ പ്രത്യേകിച്ച് ഇതിൽ കാര്യമായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഫെൻഡർ ഗാർണിഷ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ബമ്പർ ഗാർണിഷൊക്കെ ചെയ്യായിരുന്നു. ഇതിൽ ബമ്പർ ഗാർണിഷ്, ഫ്രണ്ട് ബമ്പർ ഗാർണിഷ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ബമ്പർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ ഗാർണിഷിന് വരുന്നത് 890, ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റിന് വരുന്നത് 2350 രൂപയാണ്. 2350 രൂപയാണ് നമ്മുടെ ഫ്രണ്ട് ബമ്പർ ഗാർണിഷ്, അടിയിൽ സ്കിഡ് പ്ലേറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇതിലും നമ്മൾ വിനൈൽ മാറ്റൊക്കെ ചെയ്യുന്നുണ്ട്. വിനൈൽ മാറ്റ് ഒരു കമ്പൽസറി ആയിട്ടാണ്. വിനൈൽ മാറ്റ് ചെയ്താലേ നമ്മുടെ വണ്ടി വൃത്തിയായി കിടക്കുള്ളൂ. ഇതിൽ ഡോർസിൽ ഗാർഡ് വെച്ചിട്ടുണ്ട്. ഡോർസിൽ ഗാർഡിന് നമുക്ക് വരുന്നത് 4150 രൂപയാണ്. 4150. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇത്രയൊക്കെ കുറവാണല്ലോ എന്ന്. പക്ഷെ നമ്മളത് ഫിറ്റിങ് ഒക്കെ ചെയ്ത് ലേബർ ചാർജ് ഒക്കെ അടക്കാനുള്ള പ്രൈസാണ് പറയുന്നത്. സീറ്റ് കവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുന്നത്തെ സീറ്റ് കവറായിരുന്നു കുറച്ചും കൂടി നല്ലത്. മുന്നേ കാണിച്ച സീറ്റ് കവറായിരുന്നു കുറച്ചും കൂടി ലുക്ക് വരിക, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾ വെതർ 3D മാറ്റാണ് ചെയ്തിരിക്കുന്നത്. 3300 രൂപയാണ് വരുന്നത്. നമ്മൾ അപ്പോൾ ഓട്ടോമാറ്റിക് മോഡലായാലും അതുപോലെ തന്നെ മാനുവൽ മോഡലായാലും നമുക്ക് 3300 വരുന്നത്. പിന്നെ ഈ വാഹനമാണ് നമ്മൾ ജിമിനിയിലെ തണ്ടർ എഡിഷൻ കിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. തണ്ടർ എഡിഷൻ കിറ്റ് ചെയ്തിട്ട് ഇതിൽ വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 15 ഐറ്റംസ് വരുന്നുണ്ട്. ഫ്രണ്ട് ബമ്പർ ഗാർണിഷ് വരുന്നുണ്ട്, ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്, സൈഡ് ഡോർ ക്ലാഡിംഗ് വരുന്നുണ്ട്, ഡോർ വൈസർ വരുന്നുണ്ട്, ഡോർ സിൽ ഗാർഡ് വരുന്നുണ്ട്, ORVM ഗാർണിഷ് വരുന്നുണ്ട്, സൈഡ് ഫെൻഡർ ഗാർണിഷ്, സൈഡ് ഫെൻഡർ ഗാർണിഷ്, റിയർ ഹുഡ് പെയിന്റഡ് ഗാർണിഷ്, ഗ്രിപ്പ് കവർ, ഓഫ് റോഡർ ഡ്യുവൽ സ്ട്രോക്ക് ഫിനിഷ്, സ്റ്റിയറിംഗ് വീല്, ഗ്രാഫിക് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡിസൈനർ മാറ്റ് വരുന്നുണ്ട്, ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് വരുന്നുണ്ട്. ഈ ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റിൽ സീറ്റ് കവർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയും 15 ഐറ്റംസ് വരുന്ന നമ്മുടെ തണ്ടർ എഡിഷൻ കിറ്റാണ് നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് തണ്ടർ എഡിഷൻ കിറ്റ് മുഴുവനായിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ല. ഫിറ്റ് ചെയ്ത ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ ആ തണ്ടർ എഡിഷൻ കിറ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും ഈ തണ്ടർ എഡിഷൻ കിറ്റിൽ നമുക്ക് സീറ്റ് കവർ ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല കിടുക്കാച്ചി സീറ്റ് കവറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ തണ്ടർ എഡിഷൻ കിറ്റ് മാനുവലിൻ്റെയും ഓട്ടോമാറ്റിക്കിൻ്റെയും എല്ലാ ഐറ്റംസിൻ്റെയും ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കമ്പാരിസൺ മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിത് ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരു വീഡിയോയുമായി ഉടൻ പ്രതീക്ഷിക്കാമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ലൈവ് മീഡിയ PLR വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം മൊക്കിൻ പെരുവലോർ.